ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരത്തോരനാണ്. ചുവന്ന ചീര, അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് തോരൻ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ആവശ്യമുള്ള തേങ്ങ എടുക്കുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ നന്നായിട്ടൊന്ന് ചതച്ച് വെക്കുക. പാത്രം അടുപ്പേ വെക്കുക. പാത്രം ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന ചീര ഇലകൾ എല്ലാം അതിനകത്തേക്ക് ചേർക്കണം. ശ്രദ്ധിക്കേണ്ടത്, തോരൻ വെക്കാൻ എപ്പോഴും നല്ല ഇളന്ന ചീരയാണ്. ഒരുപാട് മൂത്ത ഇലകളാണെങ്കിൽ തോരൻ വെക്കുമ്പം അത്ര രുചിയുണ്ടാകില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കടുക് പൊട്ടി അതിനകത്തേക്ക് ചീരയിലകൾ ചേർത്തു. വെള്ളമൊന്നും ഒഴിക്കരുത്. ഒന്നിളക്കിയതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക. നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പം സൂക്ഷിക്കണം, പുളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിൻ്റെ സമയമാണ്. എല്ലാം കൂടെ 1 മിനിറ്റ് സമയം മതി. ഒരുപാട് സമയം ചീര ഇലയിട്ട് വേവിക്കരുത്. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ചെറുതീയിൽ ഒരു 1/2 മുതൽ 3/4 മിനിറ്റ് വരെ, അതല്ലെങ്കിൽ പരമാവധി 1 മിനിറ്റ് വരെ, ചീരയിലയുടെ വേവിനനുസരിച്ച് അത്രയും സമയം മാത്രമേ അടച്ചു വെക്കാവൂ. പെട്ടെന്ന് തന്നെ തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചിക്കി തോർത്തിയെടുക്കണം. അതല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ചീരയില അടുപ്പയിലിട്ട് വേവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചീരത്തോരൻ കുഴഞ്ഞു പോകും. അതുമാത്രമല്ല, ഇലക്കറികളുടെ ഗുണമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ചുമന്ന ഇലയുടെ ചീരയ്ക്ക് ഒട്ടും വേവില്ല, പെട്ടെന്ന് വേകും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ ജീരകം ചേർത്തിട്ടില്ല, ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. പച്ചമുളകിനേക്കാൾ ചീരത്തോരൻ എപ്പോഴും നല്ലത് ചുമന്ന മുളകിൻ്റെ പൊടിയാണ്, അതല്ലെങ്കിൽ ചുമന്ന മുളക്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് കൂടുതൽ രുചിയായിട്ട് തോന്നിയത് ചുമന്ന മുളകിൻ്റെ പൊടിയാണ്. ഇനി രുചി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷേ ജീരകം സാധാരണയായിട്ട് ചീരത്തോരന് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചേർക്കാം. ശ്രദ്ധിക്കാനുള്ളത് ചീരത്തോരൻ്റെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരുപാട് സമയം വേവിക്കരുത്. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കണം. ഉപ്പ് ഒരു ശകലം കൂടിപ്പോയാൽ ചീരത്തോരന് ആകെ ഉപ്പ് കഴിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചീരത്തോരൻ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല രുചിയുള്ള ഒരു ചീരത്തോരനാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചീരത്തോരൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ചൂടുള്ള പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒത്തിരി ഹാർഡായി പോകും. കാരണം പെട്ടെന്ന് തന്നെ ചീരത്തോരൻ ഇങ്ങനെ ഉണങ്ങി വരാനുള്ള സാധ്യത, അതായത് ജലാംശം പൂർണ്ണമായിട്ടും വറ്റിപ്പോകാനുള്ള സാധ്യത ചീരത്തോരൻ എപ്പോഴും കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ചീരത്തോരൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ.